ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുമ്പോൾ, ഒരു കള്ളം പറയുമ്പോഴൊക്കെ അത് എത്ര വൈകിയാണെങ്കിലും പുറത്തു വരും. ഒരു തെളിവ് എവിടെയെങ്കിലും അവശേഷിച്ചിരിക്കുമെന്ന് പറയാറുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് ഇപ്പോൾ ശ്രീകലയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിയുമ്പോൾ ബോധ്യമാവുന്നത്. 15 കൊല്ലം മുൻപ് ഒരു ഒക്ടോബർ മാസത്തിൽ ഈ വീട്ടിൽ നിന്നാണ് കല യാത്ര പറഞ്ഞ് ഇറങ്ങുന്നത്. പിന്നീട് 2 തവണ വീട്ടിലേക്ക് വിളിച്ചതായി മാത്രം ബന്ധുക്കൾ പറയുന്നു. സഹോദരന്റെ ഭാര്യ ശോഭനാകുമാരിയെയാണ് കല വിളിച്ചത്. പാലക്കാട് ഒരു യുവാവുമൊത്ത് സുഖമായി താമസിക്കുന്നു. അനിലിനെ കുറിച്ചോ മറ്റു കുടുംബാംഗങ്ങളെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല, ഒരു പരാതിയും പറഞ്ഞില്ല. ആ 2 തവണ വിളിച്ചുള്ള ചോദിച്ചു പറഞ്ഞു. പാലക്കാടാന്ന് പറഞ്ഞു. പാലക്കാടാന്ന് പറഞ്ഞു. മോനെ നിനക്ക് സുഖമാണോ, നീ ആറ കൂടാ. അപ്പൊ അവളൊരു പേര് പറഞ്ഞു കേട്ടോ, സൂരജ് എന്ന് പറയുന്ന ഒരു പേര് പറഞ്ഞു. ഞാൻ സൂരജ് എന്ന് പറയുന്ന ഒരാളുടെ കൂടാണ് പോയേക്കുന്നത്, സുഖമാണ്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളെ അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞു. 2 തവണ ഫോൺ ചെയ്തൊഴിച്ചാൽ പിന്നീട് ഇങ്ങോട്ട് കലയെക്കുറിച്ച് ഒരു സൂചനയും കുടുംബത്തിനില്ല. അതേസമയം കലയെ അപായപ്പെടുത്താൻ ഒരു കൊട്ടേഷൻ കിട്ടിയതായി ചിലർ നാട്ടിൽ പറഞ്ഞു നടക്കുന്ന വിവരവും ഈ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. ഒരറിയാവുന്ന ഒരു ചെറുക്കനായിരുന്നു. ആ ചെറുക്കൻ ഇതുപോലെ കൊട്ടേഷൻ വർക്ക്